ഒന്ന് ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം 9. പ്രവാസത്തിൽ നിന്ന് തിരിച്ചെത്തിയവർ. ഇസ്രായേലിൻ്റെ ജനത്തിൻ്റെ പേരുകൾ വംശാവലി ക്രമത്തിൽ തയ്യാറാക്കി ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിശ്വസ്തത നിമിത്തം യൂദ ബാബിലോണിലേക്ക് നാടുകടത്തപ്പെട്ടു. ഇസ്രായേലരും പുരോഹിതന്മാരും ലേവ്യരും ദേവാലയ ശുശ്രൂഷകരുമാണ് തങ്ങൾക്ക് അവകാശപ്പെട്ട നഗരങ്ങളിലേക്ക് ആദ്യം മടങ്ങി വന്നത്. യൂദ, ബെഞ്ചമിൻ, എഫ്രായിം, മനാസെ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് ജെറുസലേമിൽ പാർത്തവർ. യൂദായുടെ മകനായ പേരസിൻ്റെ പുത്രന്മാരിൽ നിന്ന് ഉദ്ദായ് അമ്മീഹൂദിൻ്റെ പുത്രൻ, അമ്മീഹൂദ് ഓമ്രിയുടെ പുത്രൻ, ഓമ്രി ഇമ്രിയുടെ പുത്രൻ, ഇമ്രി ബാനിയുടെയും പുത്രൻ, ഷേലായുടെ ആദ്യജാതൻ അസായായും അവൻ്റെ പുത്രന്മാരും. സേരായുടെ പുത്രന്മാരിൽ നിന്ന് യെബുബേലും ചാർച്ചക്കാരും, ആകെ 690 പേർ. ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഹസേനുവായുടെ മകൻ ഹൊദാവിയായുടെ മകനായ മെഷുല്ലാമിൻ്റെ മകൾ സല്ലു, യെറോഹാമിൻ്റെ മകൻ ഇബ്നയ, മിക്രിയുടെ മകനായ ഉസിയുടെ മകൻ ഏല, ഇബ്നിയായുടെ മകനായ റബുവേലിൻ്റെ മകൻ ഷഫാത്തിയായുടെ മകനായ മെഷുല്ലാം. ആകെ 956 പേർ. ഇവർ കുടുംബത്തലവന്മാരായിരുന്നു. ജെറുസലേമിലെ പുരോഹിതരും ലേവ്യരും. പുരോഹിതന്മാരെ യദായ, യഹോയാറിബ്, യാക്കിൻ. ദേവാലയത്തിലെ പ്രധാന സേവകനായ അസറിയ ഹിൽക്കിയായുടെ പുത്രൻ, ഹിൽക്കിയ മിഷുല്ലാമിൻ്റെ പുത്രൻ, അവൻ സാദോക്കിൻ്റെ പുത്രൻ, സാദോക്ക് മെറോയോത്തിൻ്റെ പുത്രൻ, അവൻ അഹിത്തൂബിൻ്റെ പുത്രൻ, മൽക്കിയായുടെ മകനായ പാഷൂറിൻ്റെ മകൻ യെറോഹമിൻ്റെ മകൻ അദായ, ഇമ്മറിൻ്റെ മകൻ മെഷില്ലേമിത്തിൻ്റെ മകനായ മെഷുല്ലാമിൻ്റെ മകൻ യഹ്സെറായ, മകനായ അബിയേലിൻ്റെ മകൻ മാസായി. കുടുംബത്തലവന്മാരായ പുരോഹിതന്മാർ. ചാർച്ചക്കാർക്ക് പുറമെ ആകെ 1760 പേർ. അവർ ദേവാലയ ശുശ്രൂഷയിൽ പ്രഗത്ഭരായിരുന്നു. ലേവ്യരിൽ നിന്ന് മെറാറി മക്കളിൽ ഹഷാബിയായുടെ മകൻ അസ്രിക്കാമിൻ്റെ മകനായ ഹഷൂബിൻ്റെ മകൻ ഷെമായ, ബക്ബാക്കർ, ഹേരഷ്, ഗലാൽ, ആസാഫിൻ്റെ മകൻ സിക്രിയുടെ മകനായ മിഖായുടെ മകൻ മത്താനിയ, യദുദൂദിൻ്റെ മകൻ ഗലാലിൻ്റെ മകനായ ഷെമായുടെ മകൻ ഒബാദിയ, നെഫ്താത്യരുടെ ഗ്രാമങ്ങളിൽ പാർത്തിരുന്ന എൽക്കാനയുടെ മകനായ ആസായുടെ മകൻ ബറേക്കിയ, ഷല്ലൂം, അക്കൂബ്, തൽമോൻ, അഹിമാൻ എന്നിവരും അവരുടെ ചാർച്ചക്കാരും വാതിൽ കാവൽക്കാരായിരുന്നു. ഷല്ലൂമായിരുന്നു പ്രമുഖൻ. ഇവർ രാജാവിൻ്റെ കിഴക്കേ കവാടത്തിൽ ഇന്നും കാവൽ നിൽക്കുന്നു. ലേവ്യരുടെ പാളയത്തിലെ വാതിൽ കാവൽക്കാർ ഇവരായിരുന്നു. കോറഹിൻ്റെ മകൻ എബിയാസാഫിൻ്റെ മകനായ കോറയുടെ മകൻ ഷല്ലൂമും ചാർച്ചക്കാരായ കൊറാഹ്യരും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ കൂടാരവാതിലിൻ്റെ കാവൽക്കാരും ശുശ്രൂഷയുടെ മേൽനോട്ടക്കാരുമായിരുന്നു. എലയാസറിൻ്റെ മകനായ ഫിനേഹാസായിരുന്നു പണ്ട് അവരുടെ അധിപൻ. കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു. മെഷേലെമിയായുടെ മകൻ സക്കറിയ ആയിരുന്നു സമാഗമ കൂടാരവാതിലിൻ്റെ കാവൽക്കാരൻ. വാതിൽ കാവൽക്കാരായി നിയോഗിക്കപ്പെട്ടവർ ആകെ 212 പേർ. അവരുടെ പേരുകൾ വംശാവലി ക്രമത്തിൽ അവരുടെ ഗ്രാമങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ദാവീദും ദീർഘദർശിയായ സാമുവലുമാണ് അവരെ നിയമിച്ചത്. അങ്ങനെ അവരും പുത്രന്മാരും ദേവാലയത്തിൻ്റെ കർത്താവിൻ്റെ കൂടാരത്തിൻ്റെ വാതിൽ കാവൽക്കാരായി. 4 വശത്തും കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും കാവൽക്കാരുണ്ടായിരുന്നു. ഗ്രാമങ്ങളിൽ താമസിച്ചിരുന്ന അവരുടെ ചാർച്ചക്കാർ തവണ വെച്ച് 7 ദിവസം വീതം അവരെ ശുശ്രൂഷയിൽ സഹായിച്ചു. വാതിൽ കാവൽക്കാരുടെ നായകന്മാരായ 4 ലേവ്യരും ദേവാലയത്തിലെ അറകളുടെയും നിക്ഷേപങ്ങളുടെയും സൂക്ഷിപ്പുകാരുമായിരുന്നു. കാവൽ നിൽക്കുന്നതും പ്രഭാതത്തിൽ വാതിൽ തുറക്കുന്നതും അവരുടെ കടമയായിരുന്നതിനാൽ അവർ ദേവാലയത്തിന് ചുറ്റും പാർത്തു വന്നു. ഇവരിൽ ചിലർ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളുടെ സൂക്ഷിപ്പുകാരായിരുന്നു. അവ പുറത്തു കൊണ്ടുപോവുകയും അകത്ത് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ എണ്ണിത്തിട്ടപ്പെടുത്തേണ്ടിയിരുന്നു. മറ്റു ചിലർ വിശുദ്ധ സ്ഥലത്തെ സജ്ജീകരണങ്ങളുടെയും വിശുദ്ധ പാത്രങ്ങളുടെയും മേൽനോട്ടം വഹിച്ചു. മാവ്, വീഞ്ഞ്, എണ്ണ, കുന്തിരിക്കം, മറ്റ് സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയുടെ മേൽനോട്ടവും അവർക്കുണ്ടായിരുന്നു. പുരോഹിതന്മാരാണ് സുഗന്ധദ്രവ്യക്കൂട്ട് ഒരുക്കിയിരുന്നത്. കാഴ്ചയ്ക്കുള്ള അടയുടെ ചുമതല കോറഹ് വംശജനായ ഷല്ലൂമിൻ്റെ ആദ്യജാതനും
ലേവ്യനുമായ മത്താത്തിയായിക്ക് ആയിരുന്നു. അവരുടെ ചാർച്ചക്കാരും കൊഹാത്യരുമായ ചിലർക്കായിരുന്നു സാബത്ത് തോറും പുതിയ തിരുസാന്നിധ്യപ്പം തയ്യാറാക്കുന്ന ചുമതല. ഗാനശുശ്രൂഷയുടെ ചുമതല വഹിച്ചിരുന്ന ലേവ്യ കുടുംബത്തിലെ തലവന്മാർ രാവും പകലും ശുശ്രൂഷ ചെയ്യേണ്ടിയിരുന്നതുകൊണ്ട് ദേവാലയത്തോടനുബന്ധിച്ചുള്ള മുറികളിൽ പാർത്തു. അവർക്ക് മറ്റു ചുമതലകൾ ഉണ്ടായിരുന്നില്ല. ഇവരെല്ലാവരും ലേവി ഗോത്രത്തിലെ കുലത്തലവന്മാരാണ്. അവർ ജെറുസലേമിൽ പാർത്തു വന്നു. സാവൂളിൻ്റെ പിതൃപുത്ര പരമ്പര. ഗിബിയോൻ്റെ പിതാവായ ജയിയേൽ ഗിബിയോനിൽ പാർത്തു. അവൻ്റെ ഭാര്യ മാക്ക, ആദിജാതൻ അബ്ദോൻ. മറ്റു പുത്രന്മാർ സൂർ, കിഷ്, ബാൽ, നേർ, നാദാബ്, ഗദോർ, അഹിയോ, സക്രിയ, മിക്ലോത്ത്. മിക്ലോത്തിൻ്റെ മകൻ ഷിമയാം. ഇവർ ജെറുസലേമിൽ തങ്ങളുടെ ചാർച്ചക്കാരോടൊത്ത് പാർത്തു വന്നു. നേറിൻ്റെ മകൻ കിഷ്, കിഷിൻ്റെ മകൻ സാവൂൾ. സാവൂളിൻ്റെ പുത്രന്മാർ ജോനാഥൻ, മൽക്കീഷുവ, അബിനാദാബ്, എഷ്ബാൽ. ജോനാഥിൻ്റെ പുത്രൻ മെരീബാൽ, മെരീബാലിൻ്റെ പുത്രൻ മിക്ക. മിക്കായുടെ പുത്രന്മാർ പിത്തോൻ, മേലക്, തഹ്രയ, ആഹാസ്. ആഹാസിൻ്റെ പുത്രൻ യാറ. യാറായുടെ പുത്രന്മാർ അലേമെത്ത്, അസ്മാവത്ത്, സിമ്രി. സിമ്രിയുടെ മകൻ മോസ. മോസയുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ ബിനയ, റഫായ, എലയാസ, ആസേൽ. ആസേലിന് അസ്രിക്കാം, ബോക്കെരു, ഇഷ്മായേൽ, ഷെയാറിയ, ഒബാദിയ, ഹാനാൻ എന്നീ 6 പുത്രന്മാരുണ്ടായിരുന്നു. 1 ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം 10. സാവൂളിൻ്റെ മരണം. ഫിലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. പിന്തിരിഞ്ഞോടിയ ഇസ്രായേലർ ഗിൽബോവ മലയിൽ വച്ച് വധിക്കപ്പെട്ടു. ഫിലിസ്ത്യർ സാവൂളിനെയും പുത്രന്മാരെയും പിന്തുടർന്ന് ജോനാഥൻ, അബിനാദാബ്, മെൽക്കിഷുവ എന്നിവരെ വധിച്ചു. സാവൂളിന് ചുറ്റും യുദ്ധം രൂക്ഷമായി. വില്ലാളികൾ അവനെ അമ്പെയ്ത് മുറിപ്പെടുത്തി. സാവൂൾ തൻ്റെ ആയുധവാഹകനോട്, ഈ അപരിച്ഛേദിതർ എന്നെ അപമാനിക്കാതിരിക്കാൻ വാളൂരി എന്നെ കൊല്ലുക എന്ന് പറഞ്ഞു. ഭയചകിതനായ ആയുധവാഹകൻ അത് ചെയ്തില്ല. സാവൂൾ തൻ്റെ വാളെടുത്ത് അതിന്മേൽ വീണു. സാവൂൾ മരിച്ചെന്ന് കണ്ട് ആയുധവാഹകനും വാളിന്മേൽ വീണ് മരിച്ചു. അങ്ങനെ സാവൂളും 3 മക്കളും കുടുംബം മുഴുവനും ഒരുമിച്ച് മരിച്ചു. സൈന്യം പലായനം ചെയ്തെന്നും സാവൂളും പുത്രന്മാരും മരിച്ചെന്നും കേട്ടപ്പോൾ താഴ്വരയിൽ വസിച്ചിരുന്ന ഇസ്രായേലിയർ തങ്ങളുടെ നഗരങ്ങൾ ഉപേക്ഷിച്ച് ഓടിപ്പോയി. ഫിലിസ്ത്യർ അവിടെ വാസമുറപ്പിച്ചു. അടുത്ത ദിവസം കൊല്ലപ്പെട്ടവരെ കൊള്ളയടിക്കാൻ ഫിലിസ്ത്യർ വന്നപ്പോൾ സാവൂളും പുത്രന്മാരും ഗിൽബോവ മലയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു. അവർ അവൻ്റെ വസ്ത്രമൊരിഞ്ഞു, തലവെട്ടിയെടുത്തു, ആയുധങ്ങളും കരസ്ഥമാക്കി. തങ്ങളുടെ വിഗ്രഹങ്ങളെയും ജനത്തെയും ഈ സദ്വാർത്ത അറിയിക്കാൻ ദൂതന്മാരെ അയച്ചു. അവൻ്റെ ആയുധങ്ങൾ അവർ തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. ശിരസ് ദാഗോന്റെ ക്ഷേത്രത്തിൽ തൂക്കിയിട്ടു. ഫിലിസ്ത്യർ സാവൂളിനോട് പ്രവർത്തിച്ചത് യാബേഷ് ഗിലെയാദിലുണ്ടായിരുന്നവർ കേട്ടു. അവരിൽ ധീരരായിരുന്നവർ ചെന്ന് സാവൂളിൻ്റെയും മക്കളുടെയും മൃതദേഹങ്ങൾ യാബേഷിലേക്ക് കൊണ്ടുവന്നു. അസ്ഥികൾ യാബേഷിലെ ഓക്കുമരത്തിൻ്റെ ചുവട്ടിൽ സംസ്കരിച്ചു. അവർ 7 ദിവസം ഉപവസിച്ചു. അവിശ്വസ്തതയാണ് സാവൂളിൻ്റെ മരണത്തിന് കാരണം. അവൻ കർത്താവിൻ്റെ കൽപ്പന ലംഘിക്കുകയും ആവിചാരകന്മാരുടെ ഉപദേശം തേടുകയും ചെയ്തു. സാവൂൾ കർത്താവിൻ്റെ ഹിതം അന്വേഷിച്ചില്ല. അവിടുന്ന് അവനെ വധിച്ചു. രാജ്യം ജസ്സയുടെ മകൻ ദാവീദിനെ ഏൽപ്പിച്ചു. 1 ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം 11. ദാവീദ് ഇസ്രായേൽ രാജാവ്. ഇസ്രായേലർ ഹെബ്രോണിൽ ദാവീദിൻ്റെ അടുക്കൽ ഒന്നിച്ചുകൂടി പറഞ്ഞു, ഞങ്ങൾ നിൻ്റെ അസ്ഥിയും മാംസവുമാണ്. മുമ്പ് സാവൂൾ രാജാവായിരുന്ന കാലത്തും നീയാണ് ഇസ്രായേലിനെ നയിച്ചത്. നീ എൻ്റെ ജനമായ ഇസ്രായേലിന് ഇടയനും രാജാവുമായിരിക്കും എന്ന് കർത്താവ് നിന്നോട് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഇസ്രായേൽ ശ്രേഷ്ഠന്മാർ ഹെബ്രോണിൽ രാജാവിൻ്റെ അടുക്കൽ വന്നു. കറുത്ത സന്നദ്ധയിൽ ദാവീദ് അവരോട് ഉടമ്പടി ചെയ്തു. സാമുവേലിലൂടെ കർത്താവ് അരുളി ചെയ്തതനുസരിച്ച് അവൻ ദാവീദിനെ ഇസ്രായേൽ രാജാവായി അഭിഷേകം ചെയ്തു. അനന്തരം ദാവീദും ഇസ്രായേല്യരും ജെറുസലേമിലേക്ക് പോയി. ജബൂസ് എന്നാണ് ജെറുസലേം അറിയപ്പെട്ടിരുന്നത്. അവിടുത്തെ നിവാസികൾ ജബൂസിയർ എന്നും. നീ ഇവിടെ കടക്കുകയില്ല എന്ന് ജബൂസിയർ ദാവീദിനോട് പറഞ്ഞു. എങ്കിലും ദാവീദ് സിയോൻ കോട്ട പിടിച്ചെടുത്തു.
അതാണ് ദാവീദിന്റെ നഗരം. ദാവീദ് പറഞ്ഞു, ജബൂസ്യരെ ആദ്യം നിഹനിക്കുന്നവൻ മുഖ്യ സേനാനായകനായിരിക്കും. സെരൂയയുടെ മകൻ യോവാബ് ആദ്യം കയറി ചെന്നു, അവനെ സേനാനായകൻ ആക്കുകയും ചെയ്തു. സിയോൻ കോട്ടയിൽ ദാവീദ് താമസിച്ചതിനാൽ അതിന് ദാവീദിന്റെ നഗരം എന്നു പേര് വന്നു. പിന്നെ അവൻ നഗരത്തെ മില്ലോ മുതൽ ചുറ്റും പണിതുറപ്പിച്ചു. നഗരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ യോവാബ് പുനരുദ്ധരിച്ചു. സൈന്യങ്ങളുടെ കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് മേൽക്കുമേൽ പ്രാബല്യം നേടി. ദാവീദിന്റെ പ്രസിദ്ധ യോദ്ധാക്കൾ. കർത്താവ് അരുളി ചെയ്തതനുസരിച്ച് ദാവീദിനെ ഇസ്രായേലിൽ രാജാവാകാൻ ജനത്തോടൊപ്പം സഹായിച്ച യോദ്ധാക്കളിൽ പ്രമുഖർ. മൂവരിൽ പ്രമുഖനും ഹക്മോന്യനുമായ യശോബായാം. അവൻ 300 പേരെ ഒന്നിച്ച് കുന്തം കൊണ്ട് കൊന്നു. മൂവരിൽ രണ്ടാമൻ അഹോഹ്യനായ ദോദോയുടെ പുത്രൻ എലയാസർ. ഫിലിസ്ത്യർ പസ്ദമീമിൽ അണിനിരന്നപ്പോൾ അവൻ ദാവീദിനോടുകൂടെ ഒരു ബാർലി വയലിലായിരുന്നു. ജനം ഫിലിസ്ത്യരുടെ മുൻപിൽ നിന്ന് ഓടിക്കളഞ്ഞു. എന്നാൽ അവൻ വയലിന്റെ മധ്യത്തിൽ നിന്ന് അത് കാക്കുകയും ഫിലിസ്ത്യരെ വെട്ടിവീഴ്ത്തുകയും ചെയ്തു. കർത്താവ് ഒരു വൻ വിജയം നൽകി അവരെ രക്ഷിച്ചു. ഫിലിസ്ത്യർ റഫായിം താഴ്വരയിൽ കൂടാരമടിച്ചപ്പോൾ 30 തലവന്മാരിൽ 300 പേർ അതുല്ലാം ശിലാഗുഹയിൽ ദാവീദിന്റെ അടുത്തേക്ക് ചെന്നു. ദാവീദ് സുരക്ഷിത സങ്കേതത്തിലായിരുന്നു. ഫിലിസ്ത്യരുടെ പട്ടാളം ബത്ലഹേമിൽ പാളയമടിച്ചിരുന്നു. ദാവീദ് ആർത്തിയോടെ ചോദിച്ചു, ബത്ലഹേം പട്ടണവാതിൽക്കലിലെ കിണറ്റിൽ നിന്ന് ആരെനിക്ക് വെള്ളം കുടിക്കാൻ കൊണ്ടുവരും? ആ 3 പേർ ഉടനെ ഫിലിസ്ത്യരുടെ പാളയത്തിലൂടെ കടന്ന് ബത്ലഹേം പട്ടണവാതിൽക്കലിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിന് കുടിക്കാൻ കൊണ്ടുവന്നു. ദാവീദ് അത് കുടിക്കാതെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ഞാനിത് ചെയ്യാനിടയാകാതിരിക്കട്ടെ. ഞാൻ ഇവരുടെ ജീവരക്തം കുടിക്കുകയോ? പ്രാണൻ പണയം വെച്ചാണല്ലോ അവർ ഇത് കൊണ്ടുവന്നത്. അത് കുടിക്കാൻ അവന് മനസ്സ് വന്നില്ല. 3 യോദ്ധാക്കൾ ചെയ്ത കാര്യമാണിത്. യോവാബിൻ്റെ സഹോദരൻ അബിഷായി ആയിരുന്നു 30 പേരിൽ പ്രമുഖൻ. അവൻ 300 പേരെ ഒന്നിച്ച് കുന്തം കൊണ്ട് വധിച്ചു. ഇവനും മൂവർക്കും പുറമെ കീർത്തിമാനായി. അവൻ 30 പേരിൽ ഏറ്റവും പ്രശസ്തനും അവരുടെ അധിപനുമായിരുന്നു. എന്നാൽ അവൻ മൂവരോടൊപ്പം എത്തിയില്ല. കബ്സേൽക്കാരനും പരാക്രമശാലിയും യഹോയദായുടെ പുത്രനുമായ ബെനായ വീരകൃത്യങ്ങൾ ചെയ്തവനാണ്. അവൻ മോവാബിലെ 2 ധീരന്മാരെ വധിച്ചതിനു പുറമെ മഞ്ഞുകാലത്ത് ഒരു ഗുഹയിൽ കടന്ന് ഒരു സിംഹത്തെയും കൊന്നു. 5 മുഴം ഉയരമുള്ള ദീർഘകായനായ ഒരു ഈജിപ്തുകാരനെയും അവൻ സംഹരിച്ചു. ഈജിപ്തുകാരൻ്റെ കയ്യിൽ നെയ്ത്തുകാരൻ്റെ ഓടം പോലുള്ള ഒരു കുന്തമുണ്ടായിരുന്നു. ബെനായ ഒരു വടിയുമായി അവനെ സമീപിച്ച് കുന്തം പിടിച്ചു പറിച്ച് അതുകൊണ്ട് തന്നെ അവനെ സംഹരിച്ചു. ഇവയെല്ലാം യഹോയദായുടെ മകൻ ബെനായ ചെയ്തതാണ്. അങ്ങനെ പരാക്രമശാലികളായ മൂവർക്ക് പുറമെ അവനും പ്രശസ്തനായി. അവൻ 30 പേർക്കിടയിൽ കീർത്തിമാനായിരുന്നെങ്കിലും മൂവരോടൊപ്പം എത്തിയില്ല. ദാവീദ് അവനെ അംഗരക്ഷകരിൽ ഒരാളായി നിയമിച്ചു. സൈന്യത്തിലെ രണശൂരന്മാർ യോവാബിൻ്റെ സഹോദരൻ അസഹേൽ, ബത്ലഹേംകാരൻ ദോദോയുടെ പുത്രൻ എൽഹനാൻ, അദോരിലെ മുഹമ്മോത്ത്, പെലേന്യനായ ഹേലസ്, തെക്കോവായിലെ ഇക്കേഷിൻ്റെ മകൻ ഈര, അനാത്തോത്തിലെ അബിയേസർ, ഹുഷാത്യൻ, സിബേക്കായ്, അഹോഹ്യൻ, ഈലായി, നെത്തോഫായിലെ മഹറായി, നെത്തോഫായിലെ ബെനായുടെ മകൻ ഹേലദ്, ബെഞ്ചമിൻ്റെ ഗിബയായിലെ റിബായിയുടെ മകൻ ഇത്തായി, പിറാത്തോനിലെ ബെനായ, ഗാഷ് അരുവിക്കരയിലെ ഹുറായി, അർബാത്യനായ അബിയേൽ, ബഹ്റൂമിലെ അസ്മാവത്ത്, ഷാൽവോനിലെ എലിയാബ, ഗിസോന്യനായ ഹാഷേം, ഹരാറിലെ ഷാഗിയുടെ മകൻ ജോനാഥൻ, ഹരാറിലെ സക്കാറിൻ്റെ മകൻ അഹിയാം, ഊറിൻ്റെ മകൻ എലിഫാൽ, മെക്കറാത്യനായ ഫേഹർ, പെലോന്യനായ അഹിയ, കാർമലിലെ ഹെസ്രോ, എസ്ബായിയുടെ മകൻ നാരായ്, നാദാൻ്റെ സഹോദരൻ ജോയൽ, ഹഗ്രിയുടെ മകൻ മിഹ്ബാർ, ഹമോന്യനായ സേലക്, സെരുയയുടെ മകനായ യോവാബിൻ്റെ ആയുധവാഹകനും ബെറേത്തുകാരനുമായ നഹറായ്, ഇത്ര്യനായ ഈരായും ഗാരബും, ഹിത്യനായ ഊറിയ, അഹ്ലായുടെ മകൻ സാബാഗ്, റൂബൻ ഗോത്രജനായ ഷിസ്സയുടെ മകനും റൂബൻ ഗോത്രത്തിലെ ഒരു നേതാവുമായ അദീനായും കൂടെ 30 പേരും, മാക്കായുടെ പുത്രൻ ഹനാൻ, മിത്കാരനായ യോഷാഫാത്ത്, അഷ്റോത്തുകാരൻ ഉസിയ,
അരോവറിൽ നിന്നുള്ള ഹോത്താമിൻ്റെ പുത്രന്മാർ ഷാമ, ജയിയേൽ, ഷിമ്രിയുടെ മകൻ യദിയായേൽ, അവൻ്റെ സഹോദരൻ തിസ്യനായ യോഹ, മഹാവ്യനായ എലിയേൽ, എൽനാമിൻ്റെ പുത്രന്മാരായ റിബായ്, യൊഷാബിയ, മോവാബ്യനായ ഇത്മ, എലിയേൽ, ഓബദ്, മൊസോബ്യനായ യസ്തിയേൽ. 1 ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം 12. ദാവീദിൻ്റെ അനുയായികൾ. കിഷിൻ്റെ മകൻ സാവൂൾ നിമിത്തം സിഗ്ലാഗിൽ ഒളിച്ചു പാർക്കുമ്പോൾ ദാവീദിൻ്റെ പക്ഷം ചേർന്ന് യുദ്ധത്തിൽ അവനെ സഹായിച്ച യോദ്ധാക്കളാണ് താഴെ പറയുന്നവർ. ഇരുകൈകൊണ്ടും കല്ലെറിയാനും അമ്പെയ്യാനും സമർത്ഥരായ ഈ വില്ലാളികൾ ബെഞ്ചമിൻ ഗോത്രജരും സാവൂളിൻ്റെ ചാർച്ചക്കാരുമായിരുന്നു. അഹിയേസറായിരുന്നു നേതാവ്. രണ്ടാമൻ യോവാഷ്. ഇവർ ഗിബെയക്കാരനായ ഷേമായുടെ പുത്രന്മാരാണ്. അവരുടെ കൂടെ അസ്മാവത്തിൻ്റെ പുത്രന്മാരായ യസിയേലും പെലേത്തും ബറാക്ക, അനാത്തോത്തിലെ യേഹു, 30 പേരിൽ ധീരനും അവരുടെ നായകനുമായ ഗിബയോൻകാരൻ ഇഷ്മായ, ജെറമിയ, യഹസിയേൽ, യോഹന്നാൻ, ഗദറാക്കാരൻ യോസാബാദ്, എലുസായി, എറിമോത്ത്, ബയാലിയ, ഷെമാറിയ, ഹഫൂരിനായ ഷെഫാത്തിയ, കൊറാഹ്യരായ എൽക്കാന, ഇഷിയ, അസരേൽ, യൊവേസർ, യശോബയാം, ഗദോറിലെ ജെറോഹാമിൻ്റെ പുത്രന്മാരായ യൊവേല, സെബാദ്യ. ദാവീദ് മരുഭൂമിയിലെ കോട്ടയിൽ ഒളിച്ചു താമസിക്കുമ്പോൾ ഗാദ് വംശജരും ശക്തരും പരിചയസമ്പന്നരും പരിചയം കുന്തവും ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നതിൽ സമർത്ഥരുമായ യോദ്ധാക്കൾ അവൻ്റെ പക്ഷം ചേർന്നു. സിംഹത്തെപ്പോലെ ഉഗ്രദൃഷ്ടിയുള്ള അവർ മലയിലെ മാൻപേടയെപ്പോലെ വേഗമുള്ളവരായിരുന്നു. അവർ സ്ഥാനക്രമത്തിൽ ഏസർ, ഒബാദിയ, എലിയാബ്, മിഷ്മാന, ജെറമിയ, അത്തായ്, എലിയേൽ, യോഹന്നാൻ, എൽസബാദ്, ജെറമിയ, മക്ബന്നായ്, ഗാദ് ഗോത്രജരായ ഇവർ സേനാനായകന്മാരായിരുന്നു. ഇവർ സ്ഥാനമനുസരിച്ച് ശതാധിപന്മാരും സഹസ്രാധിപന്മാരുമായിരുന്നു. ജോർദാൻ നദി കരകവിഞ്ഞൊഴുകുന്ന ആദ്യ മാസത്തിൽ മറുകര കടന്ന് താഴ്വരയിൽ ഉള്ളവരെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തുരത്തിയവർ ഇവരാണ്. ബെഞ്ചമിൻ, യൂദാ ഗോത്രങ്ങളിലെ ചിലർ ദാവീദ് വസിച്ചിരുന്ന ദുർഗത്തിലേക്ക് ചെന്നു. അവൻ അവരെ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ സഹായിക്കാൻ സ്നേഹപൂർവ്വം വന്നതാണെങ്കിൽ എൻ്റെ ഹൃദയം നിങ്ങളോട് ചേർന്നിരിക്കും. ഞാൻ നിർദോഷനായിരിക്കെ നിങ്ങൾ ശത്രുപക്ഷം ചേർന്ന് എനിക്ക് കെണിവച്ചാൽ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിങ്ങളെ ശിക്ഷിക്കും. അപ്പോൾ 30 പേരുടെ തലവനായ അമസായി ആത്മാവിനാൽ പ്രേരിതനായി പറഞ്ഞു, ദാവീദേ, ഞങ്ങൾ നിൻ്റേതാണ്. ജസ്സയുടെ പുത്ര, ഞങ്ങൾ നിന്നോട് കൂടെയാണ്. സമാധാനം, നിനക്ക് സമാധാനം. നിന്റെ സഹായകർക്കും സമാധാനം. നിന്റെ ദൈവം നിന്നെ സഹായിക്കുന്നു. ദാവീദ് അവരെ സ്വീകരിച്ച് സേനാധിപതികളാക്കി. ദാവീദ് ഫിലിസ്ത്യരോട് ചേർന്ന് സാവൂളിനെതിരെ യുദ്ധത്തിന് പോയപ്പോൾ മനാസെ ഗോത്രജരായ ചിലർ ദാവീദിൻ്റെ പക്ഷം ചേർന്നു. എന്നാൽ ദാവീദ് ഫിലിസ്ത്യരെ സഹായിച്ചില്ല. കാരണം ഫിലിസ്ത്യ പ്രമാണികൾ തമ്മിൽ ആലോചിച്ചതിനു ശേഷം അവൻ നമ്മുടെ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് തൻ്റെ യജമാനായ സാവൂളിൻ്റെ പക്ഷം ചേർന്നേക്കും എന്ന് പറഞ്ഞ് അവനെ മടക്കി അയച്ചു. ദാവീദ് സിഗ്ലാലിലെത്തിയപ്പോൾ മനാസെ ഗോത്രജനായ അദ്ന, യോസബാദ്, യദിയേൽ, മിഖായേൽ, യൊസാബാദ്, എലീഹു, സില്ലേദായ് എന്നീ സഹസ്രാധിപന്മാർ അവനോട് ചേർന്നു. വീരപരാക്രമികളും സേനാനായകന്മാരുമായ അവർ കവർച്ചക്കാർക്കെതിരെ ദാവീദിനെ സഹായിച്ചു. ദാവീദിനെ സഹായിക്കാൻ ദിനംപ്രതി ആളുകൾ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ അവൻ്റെ സൈന്യം ദൈവത്തിൻ്റെ സൈന്യം പോലെ വലുതായിത്തീർന്നു. ദാവീദ് ഹെബ്രോണിലായിരുന്നപ്പോൾ കർത്താവിൻ്റെ കൽപ്പന പ്രകാരം സാവൂളിൻ്റെ രാജ്യം ദാവീദിന് നൽകാൻ വന്ന സേനാവിഭാഗങ്ങളുടെ കണക്ക് യൂദാഗോത്രത്തിൽ നിന്ന് പരിചയും കുന്തവും കൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിവുള്ളവർ 6800. ശിമെയോൻ ഗോത്രത്തിൽ നിന്ന് യുദ്ധവീരന്മാർ 7100. ലേവ്യരിൽ നിന്ന് 4200. അഹ്റോൻ്റെ വംശജരിൽ പ്രമുഖനായ യഹോയദായുടെ കൂടെ 3700. പരാക്രമശാലിയും യുവാവുമായ സാദോക്കും അവൻ്റെ കുലത്തിൽ നിന്ന് 22 നായകന്മാരും സാവൂളിൻ്റെ ചാർച്ചക്കാരും ബെഞ്ചമിൻ ഗോത്രജരുമായി 3000.
അവരിൽ ഭൂരിഭാഗവും ഇതുവരെ സാവൂൾ കുടുംബത്തോടുകൂടിയായിരുന്നു. എഫ്രായിം ഗോത്രജരിൽ നിന്ന് പരാക്രമികളും തങ്ങളുടെ പിതൃഭവനങ്ങളിൽ പ്രഖ്യാതരുമായ 20,800. മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് ദാവീദിനെ രാജാവായി വാഴിക്കാൻ നിയുക്തരായവർ 18,000. ഇസ്സാക്കർ ഗോത്രത്തിൽ നിന്ന് ജ്ഞാനികളും കാലാനുസൃതമായി ഇസ്രായേൽ എന്തു ചെയ്യണമെന്ന് അറിയുന്നവരുമായ 200 നായകന്മാരും അവരുടെ കീഴിലുള്ള ചാർച്ചക്കാരും. സെബുലോൺ ഗോത്രത്തിൽ നിന്ന് ആയുധധാരികളും ഏകാഗ്രതയോടെ ദാവീദിനെ സഹായിക്കാൻ സന്നദ്ധരും യുദ്ധപരിചയമുള്ളവരുമായി 50,000. നഫ്താലി ഗോത്രത്തിൽ നിന്ന് 1000 നേതാക്കന്മാരും അവരോടുകൂടെ കുന്തവും പരിചയം ധരിച്ച 37,000 പേരും. ദാൻ ഗോത്രത്തിൽ നിന്ന് യുദ്ധസന്നദ്ധരായ 28,600 പേർ. ആഷേർ ഗോത്രത്തിൽ നിന്ന് പരിചയസമ്പന്നരും യുദ്ധസന്നദ്ധരുമായി 40,000. ജോർദാന്റെ മറുകരയിൽ നിന്ന് റൂബൻ ഗാദ് ഗോത്രജരും മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്നുള്ളവരുമായി ആയുധധാരികളായി 1,20,000. യുദ്ധസന്നദ്ധരായ ഈ യോദ്ധാക്കൾ ദാവീദിനെ ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവാക്കണമെന്ന ദൃഢനിശ്ചയത്തോടെ ഹെബ്രോണിലേക്ക് വന്നു. ഇസ്രായേലിൽ അവശേഷിച്ചിരുന്നവരും ദാവീദിനെ രാജാവാക്കുന്നതിൽ ഏകാഭിപ്രായക്കാരായിരുന്നു. തങ്ങളുടെ സഹോദരന്മാർ ഒരുക്കിയ വിഭവങ്ങൾ ഭക്ഷിച്ചും പാനം ചെയ്തും അവർ 3 ദിവസം ദാവീദിനോടുകൂടെ താമസിച്ചു. സമീപസ്ഥരും ഇസാക്കർ, സെബുലൂൺ, നഫ്താലി എന്നീ ദൂരദേശത്ത് വസിക്കുന്നവരും കഴുത, ഒട്ടകം, കോവർ കഴുത, കാള ഇവയുടെ പുറത്ത് ധാരാളം ഭക്ഷണസാധനങ്ങൾ കൊണ്ടുവന്നു. അവർ അത്തിപ്പഴം, ഉണക്കമുന്തിരി, വീഞ്ഞ്, എണ്ണ, കാള, ആട് എന്നിവ കൊണ്ടുവന്നു. ഇസ്രായേലിൽ എങ്ങും ആഹ്ലാദം അലതല്ലി.